وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും പരിശുദ്ധ ഖുർആനെ കുറിച്ച് കേട്ടവരും കേൾക്കുന്നവരും അറിയുന്നവരുമാണ്. എത്ര വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞാലും, എത്ര ആവർത്തിച്ചു പറഞ്ഞാലും, എത്ര ആവർത്തിച്ച് കേട്ടാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതിയെന്നോ മടുപ്പോ തോന്നാത്ത ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മധുരമാണ് ഖുർആൻ. നാം കഴിക്കുന്നത് ആമാശയത്തിൻ്റെ ഭക്ഷണമാണ്. അതിൻ്റെ രുചിയെക്കുറിച്ച് നാം ഏറെ ശ്രദ്ധയുള്ളവരാണ്. അതിന് രുചി ഉണ്ടാകണമെങ്കിൽ ചേരേണ്ട ചേരുവകൾ ചേരണം. എവിടെയാണ് സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്നത് അവിടെ പോയി നാം അത് കഴിക്കും. പൈസയോ സമയമോ ദൂരമോ നമുക്ക് പ്രശ്നമേ അല്ല, ഒരു തടസ്സവുമല്ല. ഖുർആൻ അത് ആത്മാവിൻ്റെ ഭക്ഷണമാണ്. അത് മധുരമാവണമെങ്കിൽ അതിന് ചേരേണ്ട ചില ചേരുവകൾ ചേരേണ്ടതുണ്ട്, എങ്കിലേ അത് മധുരമാവുകയുള്ളൂ. ശബ്ദമാധുര്യം കൊണ്ട് അലങ്കരിക്കണം. അതെല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ തജ്വീദാവുന്ന ചേരുവ നമുക്ക് ചേർക്കാം. മഖാരിജുൽ ഹുറൂഫിൽ ചാലിച്ചെടുക്കണം, അഥവാ അക്ഷരസ്ഫുടത വേണം. അർത്ഥതലങ്ങളോടുകൂടി പൂർണ്ണ മനസ്സാന്നിധ്യത്തോടുകൂടി ദിവസേന ഓരോ പേജെങ്കിലും തുടർച്ചയായി നാം വായിക്കണം. അതിലൂടെ ലഭിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, ആ നിർവൃതി ഉണ്ടല്ലോ, അത് വിവരണാതീതമാണ്. അത് പ്രഭാഷകന്റെ പ്രഭാഷണങ്ങളിൽ നിന്നും ലഭിക്കുന്നതല്ല. അത് 1000 ഖത്തം തീർത്താലും ലഭിച്ചെന്നു വരില്ല. വക്രതയില്ലാത്ത മനസ്സുമായി സത്യാന്വേഷ ഖുർആന്റെ വെളിച്ചം തേടിയുള്ള യാത്രയിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി തപ്പിയാൽ കിട്ടുന്ന അറിവിൻ്റെ മുത്തുകൾ, വർദ്ധിച്ചു വരുന്ന ആശ്ചര്യം, കൂടുതൽ സ്പഷ്ടമായി കൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, വിശ്വാസ വളർച്ചയും മാനസിക പരിവർത്തനങ്ങളും, ആവർത്തിക്കപ്പെടുന്ന വായനയിലൂടെ ലഭിക്കുന്ന ചിന്താശക്തിയും, ഒടുക്കമില്ലാത്ത വിജ്ഞാനങ്ങളും, ചരിത്രപരമോ ശാസ്ത്രപരമോ എന്തുമാവട്ടെ അനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന ആ നിർവൃതിയുണ്ടല്ലോ, അതൊരു പ്രഭാഷകന്റെ പ്രഭാഷണം. അങ്ങനെ ഇത്തരത്തിൽ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി, ആ വ്യക്തി പറയും ഖുർആൻ മധുരമാണ്, അല്ല തേനിനേക്കാൾ മധുരമാണെന്ന്. അതിൻ്റെ ചൈതന്യം, അതിൻ്റെ വശ്യത ഭൗതിക തലത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയാത്തതും. സമാധാനമാണ് ഖുർആൻ, നിർഭയത്വമാണ് ഖുർആൻ. പറയുകയാണെങ്കിൽ അതിൻ്റെ സവിശേഷതകളെ ബാക്കിയാക്കി വാക്കുകൾ തീർന്നു പോയേക്കാം. അതാണ് ഖുർആൻ, അത് തന്നെയാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളലു കലാമുല്ലാഹി അലാ സാഇരിൽ കലാം കഫളല്ലാഹി അലാ ഖൽഖിഹി. അല്ലാഹുവിൻ്റെ റസൂൽ എന്ന്, അഥവാ ഏറ്റവും നല്ല ഭൂമിയിലെ സർവ്വ വർത്തമാനങ്ങളും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വർത്തമാനമാണ് അള്ളാഹുവിൻ്റെ വർത്തമാനം, അള്ളാഹുവിൻ്റെ കലാം. ഏതുപോലെ കഫളല്ലാഹി അലാ ഖൽഖിഹി, സൃഷ്ടിയെ അപേക്ഷിച്ച് സൃഷ്ടാവിൻ്റെ ശ്രേഷ്ഠ എത്രയാണോ അത്രയും ശ്രേഷ്ഠമേറിയതാണ് അള്ളാഹുവിൻ്റെ കലാം. അള്ളാഹുവിൻ്റെ റസൂലിന് അമാനുഷിക ദൃഷ്ടാന്തമായി അള്ളാഹു നൽകിയത് കെട്ടിടമോ കൊട്ടാരമോ ഒന്നുമല്ല. അതല്ലെങ്കിൽ ആ കാലഘട്ടത്തേക്ക് മാത്രം നിലനിൽക്കുന്ന മറ്റെന്തെങ്കിലും ആയിരുന്നില്ല. ശ്രേഷ്ഠമായ കുറേ അക്ഷരങ്ങൾ കൂടിയ വാക്കുകളാൽ തീർത്ത സൂക്തങ്ങളാൽ സമ്പുഷ്ടമായ അധ്യായങ്ങൾ, ദാലിക്കൽ കിതാബ്, അതാകുന്നു ഗ്രന്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബ്ലു മംദൂദിൻ മിനസ് സമാഇ ഇലൽ അർദ്, വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറക്കി തന്ന പാശമാണ് ഖുർആൻ. എന്നിട്ട് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു, ഫഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, എല്ലാവരും അള്ളാഹുവിൻ്റെ ഈ പാശത്തെ മുറുകെ പിടിക്കുക. നമ്മൾ പലർക്കും അവിടെ പരാജയം സംഭവിച്ചു. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം പോലും അറിയുന്നവരോ അറിയാൻ സമയം കിട്ടുന്നവരോ നമ്മൾ കുറവാണ്. വായിക്കുന്നത്, വായിക്കപ്പെടുന്നത്, പാരായണം ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം പോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. സഹോദരങ്ങളെ, പ്രധാനമായും 3 തരത്തിലാണ് ഖുർആൻ ഇവിടെ വായിക്കപ്പെടുന്നത്. ഒന്ന്, ഖുർആന്റെ ആത്മാവ് അറിയാനുള്ള വായന.
2 ഖത്തം തീർത്ത് സായുജ്യമടയുവാനുള്ള വായന. 3 പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും ഇല്ലാത്ത ന്യൂനതകളെ തപ്പിയെടുക്കുവാനുള്ള വായന. ഈ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും പരിശുദ്ധ ഖുർആന് മുന്നിൽ വിനയാന്യതരായി വന്നിട്ടുണ്ട്. അത് ചരിത്രമാണ്. ഇസ്ലാമിന് കീഴടങ്ങിയവർ. ഈ ചരിത്രം നമുക്ക് യൂട്യൂബിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നമസ്കാരത്തിലൂടെ നാം അള്ളാഹുവിനോട് സംസാരിക്കുന്നു. അള്ളാഹു ഖുർആനിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ഓരോ ആയത്തുകൾക്ക് പിന്നിലും ഓരോ വാൽകഷ്ടങ്ങൾ കാണാം നമുക്ക്. അഫലാ തദക്കറൂൻ അഫലാ തഅഖിലൂൻ അഫലാ യഅലമൂൻ അഫലാ തഅലമൂൻ അഫലാ തുബ്സിറൂൻ അഫലാ തസ്മഊൻ എന്നിങ്ങനെ. നീ അറിയുന്നില്ലേ, നീ കാണുന്നില്ലേ, നീ കേൾക്കുന്നില്ലേ, നീ ചിന്തിക്കുന്നില്ലേ, നീ ഒറ്റ ആലോചിക്കുന്നില്ലേ, നീ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ, നീ നന്ദി കാണിക്കുന്നില്ലേ എന്നിങ്ങനെ നമ്മോട് ഖുർആൻ സംവദിക്കുന്നുണ്ട്. നാം അറിയുന്നില്ല. കാരണം ഉത്തരം പറയണമെങ്കിൽ ചോദ്യം എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ചില വാൽകഷ്ടങ്ങളിൽ കാണാം, ഞാൻ ഏറെ പൊറുക്കുന്നവനാണ്, ഞാൻ കാരുണ്യവാനാണ്, ഞാൻ ഏറെ ക്ഷമിക്കുന്നവനാണ്, ഞാൻ ദയാലുവാണ്, ഞാൻ ഏറെ മാപ്പ് നൽകുന്നവനാണ് എന്നിങ്ങനെ അവൻ്റെ കാരുണ്യത്തെ എടുത്തു പറയുന്നത് കാണാം. ചില ഭാഗങ്ങളിൽ ഞാൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, ഞാൻ സർവജ്ഞനാണ്, ഞാൻ ഉന്നതനും മഹാനുമാണ്, ഞാൻ സർവജ്ഞനും പ്രതാപിയുമാണ്, ഞാൻ സർവാധിപതിയാണ് എന്നെല്ലാം അവൻ്റെ പ്രതാപത്തെ എടുത്തു പറയുന്നത് കാണാം. ഞാൻ നടപടിയെടുക്കുന്നവനാണ്, ആകാശഭൂമികളുടെ അധിപനാണ്, എന്നെ സൂക്ഷിക്കുവിൻ, എന്നെ അനുസരിക്കുവിൻ എന്നൊക്കെ അവൻ്റെ അധികാരത്തെയും അവകാശത്തെയും പറ്റി പറയുന്നതും നമുക്ക് കാണാം. ഈ പരിശുദ്ധ ഖുർആൻ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് വായിക്കാം, ചിരിച്ചുകൊണ്ട് വായിക്കാം, ഖേദത്തോടെ വായിക്കാം, വേദനയോടുകൂടി വായിക്കാം, കരഞ്ഞു കരഞ്ഞു കണ്ണുനീർ കണങ്ങൾ ഉതിർത്തുകൊണ്ട് വായിക്കാം. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചിരിക്കണം. ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ ഖുർആന്റെ ഭാഷ്യം നാം അറിഞ്ഞിരിക്കണം. ഖുർആനിൻ്റെ തെളിഞ്ഞ അക്ഷരങ്ങളുടെ വായന അത് നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. എത്ര പാരായണം ചെയ്താലും നമുക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ പ്രതിഫലനങ്ങൾ ഉണ്ടാവില്ല. ആ പ്രതിഫലനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ തെളിഞ്ഞ അക്ഷരങ്ങൾക്ക് പിന്നിലുള്ള അതിൻ്റെ ആശയത്തെ നാം അറിയണം. അപ്പോഴാണ് പ്രതിഫലനങ്ങൾ ഉണ്ടാവുന്നത്. ആ വായനയാണ് വലിയ സത്യങ്ങളിലേക്കും സന്മാർഗത്തിൻ്റെ വലിയ വെളിച്ചത്തിലേക്കും നമ്മെ. അല്ലാതെ കേവലം പാരായണം ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു കണ്ണാടിയല്ലാത്ത ഒരു ഗ്ലാസ്സിൽ നോക്കിയവനെ പോലെയാവും. കാരണം കണ്ണാടിയിൽ അങ്ങനത്തെ ഒരു കണ്ണാടിച്ചിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ രൂപം അവ്യക്തമല്ലാത്ത രീതിയിൽ കാണാം, അല്ലേ? ഒന്നും വ്യക്തമാവില്ല എന്നതുപോലെയാണ് ഖുർആൻ അർത്ഥമറിയാതെയുള്ള വായന. അങ്ങനെ ഖുർആനാവുന്ന കണ്ണാടിയിലൂടെ നോക്കി ഖുർആന്റെ ആശയത്തെ തൻ്റെ ജീവിതം കൊണ്ട് പരിഭാഷപ്പെടുത്താൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം. പല ചരിത്രങ്ങൾ പറഞ്ഞു തന്നിട്ടും ഉപമകൾ നിരത്തിയിട്ടും നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഖുർആൻ നമ്മോട് പറയുന്ന ചില വാക്കുകളുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുമെന്ന്. ആരും ഭൂമിയിൽ ശാശ്വതരല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ ആസ്വദിക്കും. നമ്മളാരും അങ്ങനെ പോവുകയില്ലെന്ന രീതിയാണ് നമ്മുടെ എല്ലാം ജീവിതം പോകും. അള്ളാഹു പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹങ്ങളും മരണത്തെ രുചിച്ചു നോക്കുന്നതാണ് അഥവാ ആസ്വദിക്കുന്നതാണ്. എല്ലാ ദേഹങ്ങളും മരിക്കുമെന്നല്ല ഖുർആൻ പറഞ്ഞത്, മരണത്തെ ആസ്വദിക്കുമെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതൊരു ആസ്വാദനം തന്നെയാണ്. രണ്ട് തരത്തിലാണ് ആ ആസ്വാദനം. അതിലൊന്ന് സുമുഖരായ സുന്ദരന്മാരായ വെളുത്ത വസ്ത്രം ധരിച്ച് പുഞ്ചിരി തൂകി വരുന്നവരായ മരണത്തിൻ്റെ മലക്കുകളുടെ ആഗമനം തന്നെ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ അതൊരു ആസ്വാദനം തന്നെയായിരിക്കും. മാത്രവുമല്ല, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും സ്വർഗത്തിൻ്റെ പരിമളം കൂടി അത് അനുഭവിക്കുമ്പോൾ ശുദ്ധജീവിതം നയിച്ച ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മരണം നല്ലൊരു ആസ്വാദനം അല്ലാതെ മറ്റെന്താണ്? അള്ളാഹു നമ്മളിൽ അത്തരക്കാരിലാക്കുക, നമ്മെ എല്ലാവരെയും അത്തരത്തിൽ അവരുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ റബ്ബൽ ആലമീൻ. ഇനി രണ്ടാമത്തെ ആസ്വാദനം,
ഭയപ്പെടുത്തുന്ന വികൃതരൂപികളായ വിരൂപികളായ പരുഷ സ്വഭാവക്കാരായ നരകത്തെക്കുറിച്ച് വാർത്തയും നരകത്തിൻ്റെ ചിത്രവുമായി ആത്മാവിനെ പിടിക്കാൻ തന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഭീകരന്മാരായ മരണത്തിൻ്റെ മാലാഖമാരെ നേർക്കുനേർ കാണുമ്പോൾ ലക്ഷ്യബോധമില്ലാതെ ജീവിതം നയിച്ച ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മരണവും ഒരു ആസ്വാദനമാണ്. അത് ഏത് തരത്തിലുള്ള ആസ്വാദനമായിരിക്കും എന്ന് വിവരിക്കേണ്ട ആവശ്യമില്ല. നഊദു ബില്ലാഹ്. അള്ളാഹു അത്തരത്തിലുള്ള മരണത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ മരണമെന്ന ഒരു ചിന്ത അത് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ട്രാഫിക് പോലീസ് എവിടെയാണെങ്കിലും വളവ് തിരിവുകളിൽ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്ത നമ്മെ ഹെൽമെറ്റ് ധരിക്കുവാനും സീറ്റ് ബെൽറ്റ് ഇടുവാനും പ്രേരിപ്പിക്കുന്നുണ്ട് അല്ലേ? അവരുണ്ടെന്ന് അറിഞ്ഞാൽ മതി. നമുക്ക് മുന്നിൽ വരുന്നൊരു വാഹനം നമ്മളോട് സിഗ്നൽ തരും, കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും, അവിടെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്തവൻ സീറ്റ് ബെൽറ്റ് ഇടും, ഹെൽമെറ്റ് ഇല്ലാത്തവൻ ഹെൽമെറ്റ് ഇടും. അതുമല്ലെങ്കിൽ അവൻ തിരികെ പോകും. എന്നാൽ അത്ര പോലും മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഭയമോ ചിന്തയോ നമ്മിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. മരണം വല്ല വളവ് തിരിവുകളിലോ അല്ല, മറിച്ച് നമ്മുടെ കൂടെ തന്നെയുണ്ട്. എത്ര മരണങ്ങൾ നമ്മൾ നേരിട്ടോ മാധ്യമങ്ങൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കെ മറിഞ്ഞു വീഴുന്നു, നിന്ന നിൽപ്പിൽ തലയിടിച്ചു വീഴുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ആ ഒരു ലുക്മ എടുത്ത് വായിലേക്ക് വയ്ക്കുവാനുള്ള അവസരം ലഭിക്കാതെ, അതുപോലെ മിമ്പറിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ, പാട്ട് പാടിക്കൊണ്ടിരിക്കെ പാട്ടിൻ്റെ വരി പോലും പൂർത്തിയാക്കാൻ കഴിയാതെ, അങ്ങനെ എത്ര മരണങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കുലുക്കവുമില്ല. അത് ആത്മധൈര്യത്തിൻ്റെ ലക്ഷണമൊന്നുമല്ല കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് തുരുമ്പെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹാദിൽ ഖുലൂബ് തസ്തൂ കമാ യസ്തഉൽ ഹദീദ് ഖീല വമാ ജലാഹു യാ റസൂലല്ലാഹ് ഖാല തിലാവത്തുൽ ഖുർആൻ വദിക്റുൽ മൗത്ത്. ഇരുമ്പ് എങ്ങനെയാണോ തുരുമ്പെടുക്കുന്നത് എന്നതുപോലെ ഹൃദയങ്ങൾ തുരുമ്പെടുക്കും. ആ തുരുമ്പ് നീക്കം ചെയ്യാനുള്ള മാർഗം എന്താണ് റസൂലേ എന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖുർആൻ. ഒന്ന് ഖുർആൻ പാരായണ പഠനവും, രണ്ടാമത് മരണചിന്തയുമാണ് എന്ന്. പരിശുദ്ധ ഖുർആനും മരണചിന്തയും രണ്ടും ഉപദേശികളാണ്. എന്നാൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിലൊന്ന് ഉപദേശങ്ങളായും നിർദ്ദേശങ്ങളായും സുവിശേഷങ്ങളായും താക്കീതുകളായും ഖിയാമത്ത് നാൾ വരേക്കും പരിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് കേൾക്കാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നാം തയ്യാറായാൽ മതി. എന്നാൽ മരണം ഒരു മൗനിയാണ്, നിശബ്ദനായ ആ ഒരു ഉപദേശി, മരണവും ആ ഒരു ഉപദേശിയാണ്. ആ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു ഉപദേശിയാണ് മരണം. ആ ചിന്ത മനസ്സുള്ളവർ മിക്കതും തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ തയ്യാറാവും എന്നതാണ്. എൻ്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു റബ്ബേ എന്ന് പരാതി പറയുന്നു. ആ പരാതി പറയുന്നവരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. ആ പരാതിക്കാരുടെ കൂട്ടത്തിൽ, അല്ലാഹുവിൻ്റെ റസൂൽ പരാതിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഇല്ലാതിരിക്കണം. അതിനുവേണ്ട കാര്യങ്ങൾ നാം ചെയ്തു തീർക്കണം. അത് ഖുർആനിലേക്ക് തിരിയുക എന്ന് തന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഖുർആൻ്റെ അഹ്ലുകാരാക്കിയിട്ടുണ്ട്. ഖുർആൻ്റെ അഹ്ലുകാരാകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് പഠിക്കുവാനും ഖുർആൻ അർത്ഥസഹിതം പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക